വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നിട്ടാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗിന്റെ തമ്പനയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നെ മുടി വെട്ടാൻ പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താ ഉണ്ണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ദിവസം വന്നെത്തിയേക്കാണ് അല്ലേ സാപ്പിയാണ് ക്യാമറമാൻ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ. മഴ കാണിച്ചിട്ട് രാവിലെ തുടങ്ങിയതാണ് മഴയ്ക്കൊന്നും ഒരു കുറവില്ല. അപ്പൊ നമ്മൾ ഇന്നാണ് മുടി വെട്ടാൻ പോകുന്നത്. ഇപ്പൊ എന്റെ മുടി ഇത്ര കേട്ടോ, ഈ മുടി ഞാൻ എത്രയേക്കും അത് നിങ്ങൾ വ്ളോഗ് കാണുക. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പിന്നെ കുഞ്ഞുണ്ട് കേട്ടോ, കുഞ്ഞിയുടെ മുടിയും വെട്ടണം. അപ്പൊ നമുക്ക് പോണ വഴിയിലാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ പറയണം ഈ മുടിയാണോ ഭംഗി അതോ ഇനി വെട്ടി വരുന്ന മുടിയാണോ ഭംഗി. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാനും. കാരണം കുറച്ച് ദിവസമായി ഞാൻ കാത്തിരിക്കണം മുടി വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ മാല കണ്ടു നിങ്ങൾ, ഇത് ആംബ്രൂവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചതാണ്, ഒരു 3 ലെയർ മാല. സംഭവം അടിപൊളിയാണ്, പക്ഷേ അതിൻ്റെ കെട്ട് നിവർത്തിടാനാണ് എനിക്ക് സമയമുള്ളൂ. അപ്പോൾ ആംബ്രൂ ഇതാ സാപ്പിയുടെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ അവിടെ വണ്ടിയിൽ പാട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടേക്കാണ് കേട്ടോ. പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തൃശ്ശൂരൊക്കെ എത്താനായപ്പോൾ മഴ കൂടി വരികയാണ് കേട്ടോ. നല്ല മഴയായിരുന്നു, നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആമ്പൂർ ചെറിയ അലമ്പൊക്കെ തുടങ്ങിയപ്പോൾ ഞാനിതാ ഫോണ് കാണിച്ചു കൊടുക്കുകയാണ്. വേറെ നിവർത്തിയില്ല. ഞാനിന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചതേ അല്ല ആമ്പ്രൂവിനെ. സാപ്പി പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ കൊണ്ടുപോകണത്. കാരണം അവനക്ക് നല്ല ഉറക്കം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാശി കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയില്ല എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ കുഞ്ഞിയുടെ വീട്ടിലെത്തി കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാറിൽ വെച്ചിട്ട് സംസാരിക്കാത്ത വേറെ ഒന്നല്ല, കാറിൽ നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഗൈസ്, പറയണതൊന്നും കേൾക്കൂല, പിന്നെ കോപ്പിറൈറ്റ് പിടിക്കും, അതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി നേരെ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഫാബ് സിഗ്നേച്ചർ സലൂണിലാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ സെലക്സ് മാളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സലൂണാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നേക്കണത്. അപ്പോൾ നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. സാപ്പിയും ആംബ്രൂവും കാറിലാണ് കേട്ടോ. ഇന്ന് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഓരോന്നും പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടാളും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹെയർ കട്ട് ചെയ്യണ ആളെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. ആദർശാണ് കേട്ടോ ഇന്ന് എൻ്റെ ഹെയർ കട്ട് ചെയ്യണത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എത്ര വെച്ച് വെട്ടണം. ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഷോർട്ട് ആക്കണം എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ എത്രയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇതാ കുഞ്ഞിനെ ഇവിടെ കെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഹെയർ കട്ട് ചെയ്യണേറ്റ് മുന്നേ അവർ വാഷ് ചെയ്ത് തരുന്നത്. കാരണം ഒരു പ്രത്യേക തരം സുഖമാണ്, എന്താണെന്നറിയില്ല. ആ ഷവറിൻ്റെ ആണോ എന്താണോ എന്നറിയില്ല കേട്ടോ. ഭയങ്കര തണവാണ്, ഭയങ്കര റിലാക്സായി നമുക്കിങ്ങനെ കണ്ണടച്ച് കിടക്കാൻ തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ 2 വട്ടം ഇങ്ങനെ ഷാമ്പു ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല, 2 വട്ടം അവർ തലയിൽ ഇതിങ്ങനെ പിടിപ്പിച്ചിട്ട് നമ്മളെ കുറച്ച് നേരം കെടുത്തു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടാണ് അവർ വാഷ് ചെയ്യുള്ളൂ. പിന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ. കാരണം നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സാധാരണ നമുക്ക് നമ്മുടെ ഒരു ഹെയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനല്ലേ, അയ്യോ അത് നാശാവും ഇത് കൊളാവും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവർ അതുപോലെ തന്നെ സെറ്റാക്കി തരും. അപ്പോൾ ഇതാ എൻ്റെ ഹെയർ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തലയൊക്കെ തോർത്തി കെട്ടി അങ്ങനെയൊക്കെ വെച്ച് തരികയാണ്. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അടഞ്ഞു പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനിത് നട്ടപ്പാതിരക്കാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അതാണ് സൗണ്ട് ചെറുതായിട്ടൊന്ന് അടഞ്ഞേക്കണത്. അങ്ങനെ നമ്മുടെ ഹെയർ കട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അവർ ചെയ്തു തരും. നമുക്ക് ഓപ്പണായിട്ട് എന്തും പറയാം, അങ്ങനെയാണ്. അത്രയും അടിപൊളിയാണ്. പിന്നെ ഇവർ ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതന്നെ നോക്കിയിരിക്കാൻ തോന്നും കേട്ടോ. കാരണം അവർ ചെയ്യണത് ഓരോ കാര്യം അത്ര നീറ്റിലാണ്. ഞാൻ ഇതിനു മുന്നൊക്കെ ഹെയർ കട്ട് ചെയ്യാൻ പോയ ശ്രദ്ധിക്കുക അങ്ങനെയൊന്നുമില്ല, ഫോണിൽ കളിച്ചിരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവർ ഹെയർ കട്ട് ചെയ്യണത് കാണാൻ അടിപൊളിയാണ് ഗൈസ്. കാരണം എല്ലാത്തിനും അവരുടേതായ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് കുറേ ഞാൻ ഹെയർ കട്ട് ചെയ്യണത് വ്ളോഗ് എടുത്തത്. ഇതിനു മുന്നേ ഞാൻ ഹെയർ കട്ട് ചെയ്യണ ഇതിലൊന്നും ഇത്രയും ക്ലിപ്പൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ എല്ലാം അതിൻ്റേതായ ഫിനിഷിങ്ങിലാണ് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ടിൽ എനിക്ക് എന്തോ 2 ഉണ്ടൊക്കെ കെട്ടി തരുന്നുണ്ട് കേട്ടോ അവന്.
ഇപ്രാവശ്യം ഞാൻ ലെതർ കട്ട് ഫെദർ കട്ട് ആ ഒരു ടൈപ്പ് ഒന്നുമില്ല. ഞാൻ ഇപ്രാവശ്യം സിമ്പിളാണ്. അത് നിങ്ങൾക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഹെയർ കട്ട് ചെയ്യണ ആ ഒരു രീതിയും ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി കഴിച്ചു. ഞാൻ ഇത്രയും ക്ലിപ്പ് എടുത്തത് തന്നെ അതുകൊണ്ടാണ്. ഭയങ്കര സിമ്പിളായി എന്നാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അവരുടെ ഓരോ ഹെയർ കട്ട് ചെയ്യണ ഓരോ രീതിയും. ഇതുപോലെ നിങ്ങൾക്കും ഹെയർ കട്ട് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോയിക്കോ, അടിപൊളിയാണ്. ഒരു ടെൻഷനും വേണ്ട, നമ്മൾ പറഞ്ഞ പോലെ അടിപൊളിയാക്കി തരും കേട്ടോ അവർ. അങ്ങനെ നമ്മുടെ ഹെയർ കട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല ഷോർട്ട് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനും ഷോർട്ട് ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഇത്ര നോക്കിയിട്ട് രസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടിയും ഷോർട്ട് ആക്കാം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ ഹെയറിൽ അവനൊരു സിറമാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. പിന്നെ അവിടെ ലൈവ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ കട്ട് അവൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. കാരണം ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇത്രയും ഷോർട്ടാക്കിയപ്പോൾ എനിക്ക് ലാസ്റ്റ് അവർ സെറ്റ് ചെയ്ത് തരുന്നത് അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഡ്രയർ യൂസ് ചെയ്യണത് അധികം അത്ര ഇതില്ല. എനിക്കിങ്ങനെ തലവേദന വരും, എന്താണെന്നറിയില്ല. പിന്നെ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചാലും അങ്ങനെ തലവേദനയും കാര്യങ്ങളും വരും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഗൈസ്. കുഞ്ഞ് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് എനിക്ക് അവളെയും വ്ളോഗിൽ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ആ കാണുന്ന ചേച്ചിക്കും യൂട്യൂബ് ഉണ്ട് കേട്ടോ. 34,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി അതൊക്കെ പറയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഹെയർ കട്ടൊക്കെ ഇവിടെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഈ ഹെയർ കട്ടാണോ ഭംഗി അതോ മുന്നത്തെ ആണോ ഭംഗി എന്നൊക്കെ. അപ്പോൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പല പോസിലും ഇട്ടിട്ട് കാണിച്ചു തരികയാണ്. ഇപ്രാവശ്യം സെൻറ്ററിൽ ഇട്ടിട്ടാണ് കേട്ടോ വെട്ടിയിരിക്കണത്. എനിക്ക് കൂടുതൽ ചെറിയ സൈഡാണ് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നേരത്തെ ഉപയോഗിച്ച സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹെയർ ഡ്രൈ ആയപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിയൊക്കെ ഏതാ ഭംഗിന്ന്. ഹെയർ കട്ടൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിതാ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുഞ്ഞിയുടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ആംബ്രൂവിനെ എടുത്തോളുന്നു. ആംബ്രൂ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സാപ്പി എന്തോ പഴമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിശപ്പൊക്കെ മാറിയിരിക്കുകയാണ്. എന്നാലും വിശക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിയുടെ കഴിഞ്ഞിട്ടില്ല. കുഞ്ഞി ലെയറാണ് കട്ട് ചെയ്തേക്കണം. അപ്പോൾ അതാണ് കേട്ടോ കഴിയാത്തത്. അപ്പോൾ കുഞ്ഞിയുടെയും കൂടിയും കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഇറങ്ങും. ഞാനിങ്ങനെ മിറർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് എത്ര നോക്കിയിട്ടും മതിയാവണില്ല. കാരണം അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ്. കുളിച്ചാൽ പോവും, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങളുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞി ഹെയർ കട്ട് ചെയ്തേക്ക് അവിടെ നിന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരികയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ലെയറാണ് കേട്ടോ വെട്ടിയത്. കുഞ്ഞ് മുന്നേയും ലെയർ തന്നെയായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് കുഞ്ഞി പോവാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെച്ചു. പിന്നെ ആംബ്രൂന് ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി സാപ്പി പോയിക്കാണ് കേട്ടോ. കാരണം ആംബ്രൂന് വിശക്കുണ്ട്. അപ്പോൾ നമ്മൾ വീട് എത്തണ വരെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും കൊടുക്കുകയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് നമ്മൾ ബിസ്ക്കറ്റ് കയ്യിൽ കൊടുക്കുള്ളൂ. ഇപ്പം എന്തായാലും വീട് എത്താനായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും ഇനി കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഏത് ഹെയർ കട്ടാ ഭംഗി എന്നൊക്കെ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.